ഹരിയും നമ്മൾ ഇളാവൃതത്തിലെയും ഭദ്രാശ്വഭൂഖണ്ഡത്തിലെയും മുഖ്യന്മാരൊക്കെ എങ്ങനെയാണ് ഏത് ഭാവത്തിലിരിക്കുന്ന ഭഗവാനെ ഏത് മന്ത്രം കൊണ്ടും ഏത് സ്തുതികൾ കൊണ്ടുമാണ് സ്തുതിക്കുന്നതെന്ന് പഠിച്ചു. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഇന്നിടാൻ പോകുന്ന മൂന്നാമത്തെ നമ്മുടെ ആദ്യം ഇളാവൃതമായിരുന്നു. ഇളാവൃതത്തിലെ ഇട്ടു. ഭദ്രാശ്ര ഇതിലായൊരു വർഷം ഭദ്രാശ്വവർഷത്തിലേത് അതും ഇട്ടിരുന്നു. ഇനി മൂന്നാമത്തെ ഇന്ന് ഹരിവർഷത്തിലെയാണ് ഇടാൻ പോണേ. ഹരിവർഷത്തിൽ ഭഗവാൻ ഏത് രൂപത്തിൽ സ്ഥിതി ചെയ്തു, ഏത് രൂപത്തിലാണ് ഭജിച്ചത് എന്ന്. അപ്പോൾ ആദ്യം നമ്മൾക്ക് 5 മുതൽ, അതായത് 7ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. 5ാമത്തെ സ്കന്ധത്തിൽ 18ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള ഭാഗം. അതിൽ സ്തുതികൾ 3, 2, 6 സ്തുതികളും ഒരു മന്ത്രവും നമുക്കവിടെ അത് വായിക്കാം. ഹരിവർഷേ ചാപി ഭഗവാൻ നരഹരിരൂപേണസ്തേ തദ്രൂപഗ്രഹണനിമിത്തം ഉത്തരത്രാഭിദാസ്യേ. എന്ന് പറഞ്ഞാൽ ഹരിവർഷത്തിൽ ഭഗവാൻ നരസിംഹമൂർത്തിയായി, നരഹരി രൂപേണ. ഹരി എന്ന് പറഞ്ഞാൽ സിംഹം, മനുഷ്യൻ്റെ ശരീരവും ഹരിയുടെ സിംഹത്തിൻ്റെ തലയുമുള്ള രൂപം, അതാണ് നരഹരി രൂപം. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ മഹാപുരുഷ ഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുല തീർത്ഥീകരണശീലാചരിത പ്രഹ്ലാദോ വ്യവധാനാന അന്യഭക്തിയോഗേന സഹ തദ്വർഷപുരുഷൈഃ ഉപാസ്തേ ഇദം ചൗദാഹരതി എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഹരിവർഷത്തിൽ ഭഗവാൻ നരസിംഹരൂപിയായി നിലകൊള്ളുന്നു. ആ കഥ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് നേരെ പ്രിയഭക്തനായ മഹാപുരുഷന്മാരുടെ സകല ഗുണങ്ങളും തികഞ്ഞ പരമഭക്തനും ദൈത്യദാനവകുല ശുദ്ധീകരിക്കുന്നവനുമായ പ്രഹ്ലാദൻ്റെ കഥയിലേക്ക് പോയി. പ്രഹ്ലാദൻ ഫലാസക്തി രാഹിത്യത്തെ, ഫലാസക്തിയൊന്നും ഇല്ലാതെ സർവ ആത്മാഭാവത്തോടെ ഭക്തിപൂർണം അവിടെയുള്ള ആളുകളോടുകൂടി ഭഗവാനെ, ഈ നരസിംഹരൂപമുള്ള ഭഗവാനെ സേവിക്കുകയും ഒരു മന്ത്രവും സ്തോത്രങ്ങളും ജപിച്ച് സ്തുതിക്കുകയും ചെയ്തു. അതിലെ ആ മന്ത്രം പ്രധാനപ്പെട്ട നരസിംഹമൂർത്തി മന്ത്രം, ബീജമന്ത്രമാണ്. മന്ത്രം നമുക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ തമോ ഗ്രസ ഓം സ്വാഹ അഭയമാത്മനി ഭൂയിഷ്ട ഓം ക്ഷൗം. അതാണ് ബീജമന്ത്രം. അപ്പം ഓം നമോ ഭഗവതേ നരസിംഹായ, നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ നമ തേജസ്തേജസേ, തേജസ്സുകൾക്കും തേജസ് ആയിട്ടുള്ള തേജസ്, എല്ലാ ഭാഗങ്ങളും തികഞ്ഞ തേജസ്സുകൾക്ക് ഒക്കെ നമസ്കാരം. പിന്നെ ആവിരാവിർഭവ എന്ന് പറഞ്ഞാൽ പ്രത്യേകം
വജ്ര പ്രത്യേകം പ്രത്യേകം ഭവിക്കുക എന്നുള്ള ഭവ. വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ. കർമാശയാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളെയും തികഞ്ഞവനാണല്ലോ ഈ ശ്രേയസ് തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വജ്ര ദംഷ്ട്ര കർമാശയാൻ രന്ധയ ഗ്രന്ഥികളെയൊക്കെ നിയന്ത്രിക്കുക കർമാശയങ്ങളാൽ. വജ്രനഖം കൊണ്ടും വജ്രദംഷ്ട്രം കൊണ്ടൊക്കെ അതാ ഉദ്ദേശിക്കുന്നത്. തമോ ഗ്രസ തമോ ഗുണത്തെ നിശേഷം, ഗ്രസ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നർത്ഥം. അപ്പം ആ തമോ ഗുണത്തെ മുഴുവൻ നശിപ്പിക്കുക, വിഴുങ്ങുക. ഓം സ്വാഹ. അഭയമാത്മനി ഭൂയിഷ്ട ഓം ക്ഷൗ. തമോ ഗ്രസ ഓം സ്വാഹ എന്ന് പറഞ്ഞിട്ട് അഭയം ആത്മനി ഭൂയിഷ്ട ഓം ക്ഷൗ. ഇതാണ് ആ മന്ത്രം. അതിനെ ബീജമന്ത്രം എന്ന് പറയും. ഒന്നും കൂടി വായിക്കാം മന്ത്രം. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേജസ്തേജസേ ആവിരാവിർഭവ. വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ തമോ ഗ്രസ ഓം സ്വാഹ. അഭയമാത്മനി ഭൂയിഷ്ഠ ഓം ക്ഷൗം. ഇനി ഇത് മന്ത്രം. ഇനി അതിൻ്റെ സ്തുതികളാണ്. ആ സ്തുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്തുതി: സ്വസ്ത്യസ്തു വിശ്വസ്യ കലപ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയാ മനശ്ച ഭദ്രം ഭജതാ ദതോക്ഷജേ ആവേശ്യതാം നോ മതിരപ്യ ഹൈതുകീ. ഇവിടെ സ്വസ്ത്യസ്തു, സ്വസ്തി അസ്തു, വിശ്വസ്യ കല എന്ന് പറയാൻ ദുഷ്ടന്മാർ, പ്രസീദത അവർക്കൊക്കെ അവരെയൊക്കെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് പ്രസാദിക്കുക, എല്ലാവരെയും പ്രസാദിപ്പിക്കുക, സ്തുതികളെല്ലാം ചൊല്ലി. ധ്യായന്തു ഭൂതാനി ശിവം. ഭൂതങ്ങൾക്കെല്ലാം നല്ല ധ്യാനം കൊണ്ട് ഇത് ഭൂതങ്ങൾക്കെല്ലാം ശിവം മംഗളം. മിഥോ ധിയ നല്ല ബുദ്ധി, ധിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി. മനശ്ച ഭദ്രം മനഃശാന്തി. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിന് മംഗളം ഭവിക്കട്ടെ. സ്ഥിതി ചെയ്യുന്ന സ്വസ്ത്യസ്തു വിശ്വസ്യ കലപ്രസീത. അപ്പോൾ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിച്ച് മനശ്ച ഭദ്രം ഭജതാത് അധോക്ഷജേ. അധോക്ഷജനിൽ ആവേശ്യതാം നോ മതിരപ്യ ഹൈതുകി. ഇവിടെ പറയുന്നത് മനഃശാന്തി ഭദ്രമാക്കി അധോക്ഷജനിൽ, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ഭഗവാൻ ആവേശ്യത എന്ന് പറഞ്ഞാൽ ആവേശിക്കുന്നു. നഹ എൻ്റെ, മതിഹി അഭിഹൈതുകി, അതാണ് അപ്യഹൈതുകി എന്ന് പറഞ്ഞത്. എൻ്റെ ബുദ്ധിയെ, അതായത് ലോകത്തിന് മംഗളം ഭവിക്കട്ടെ, നീചന്മാർക്ക് നല്ല മനസ്സുണ്ടായിത്തീരട്ടെ, ജീവികൾ അന്യോന്യം മനസ്സുകൊണ്ട് മംഗളം തന്നെ ധ്യാനിക്കട്ടെ, അവരുടെ മനസ്സും ശാന്തമായി തീരട്ടെ, ഞങ്ങളുടെ മനസ്സ് കാമം കലരാതെ അല്ലെങ്കിൽ കാമകം ലേശമില്ലാതെ ഭഗവാനിൽ പ്രവേശിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം: ആകാരധാരാത്മജവിത്ത ബന്ധുഷു
മാകാര മാകാരധാരാത്മജവിത്തബന്ധുഷു സംഘോ യതി സ്യാദ് ഭഗവത്പ്രിയേഷു നഃ യപ്രാണവൃത്യാ പരിതുഷ്ടയാത്മവാൻ സിദ്ധ്യത്യദൂരാന്ന തതേന്ദ്രിയപ്രിയ. ഇന്ദ്രിയപ്രിയ മാ ഗാരധാര ആത്മജ വിത്തബന്ധുഷു. മാ എന്ന് പറഞ്ഞാൽ അരുത്, ഗാരം ധാരം ആത്മജ വിത്ത ബന്ധുഷു, അതായത് പുത്രബന്ധുമിത്രാദികളിൽ ഒന്നും ബന്ധമില്ലാതെ, ആരോടും ഒട്ടലില്ലാതെ, മമതയില്ലാതെ എന്നൊക്കെ അർത്ഥം. സംഘോ യതി സ്യാദ്, സംഘമുണ്ടായാൽ, ഭഗവത് പ്രിയേഷു നഃ, ഭഗവാന്റെ പ്രിയരിൽ, യഹ പ്രാണവൃത്യ പരിതുഷ്ടയാത്മവാൻ സിദ്ധ്യത്യദൂരാൻ ന തഥേന്ദ്രിയപ്രിയ. ഞങ്ങൾക്ക് ഗ്രഹം, പത്നി, പുത്രന്മാർ, ബന്ധുക്കൾ മുതലായവരിൽ ചേർച്ചയുണ്ടാകാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലും അത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിലാകട്ടെ. പ്രാണവൃത്തി കൊണ്ട് തന്നെ തൃപ്തനായാലും ജിതേന്ദ്രിയനായും ഭവിക്കുന്നവൻ, ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവൻ ആയി ഭവിക്കുന്നവൻ ക്ഷണത്തിൽ സിദ്ധിയെ പ്രാപിക്കുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. യൽസങ്കലബ്ധം നിജവീര്യവൈഭവം തീർത്ഥം മുഹു സംസ്പൃശതാം ഹിമാനസം ഹരത്യജോന്തശ്രുതിഭിർഗതോങ്കജം കോ വൈന സേവേത മുകുന്ദ വിക്രമം. ഇവിടെ ഭഗവത് കഥ, ഭാഗവതം, അതാണ് ആ തീർത്ഥം എന്ന് പറഞ്ഞത്. അത് ഭഗവത് വീര്യം ആണ് ഭാഗവതം. അപ്പം സത്സംഗ ലബ്ധി, ഭഗവാന്റെ വീര്യവൈഭവം, തീർത്ഥം എന്ന് ഉദ്ദേശിച്ചത് ഭഗവത് കഥകൾ. മുഹു, വീണ്ടും വീണ്ടും. സംസ്പൃശതാം ഹി മാനസം, മനസ്സിൽ ഭഗവാന് ഭക്തന്മാരുടെ സംഘത്തിൽ സത്വം സിദ്ധിക്കുന്നതും ഭഗവത് പ്രഭാവം വ്യക്തമാക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ മനസ്സിന് നല്ല കുളിർമ തരുന്നതായ ഹരതി അജോന്ത ശ്രുതിഭിർഗതോങ്കജം, കേൾക്കുമ്പോൾ മനസ്സിനെ കുളിർപ്പിക്കുന്നതുമായ കോ വൈന സേവേത മുകുന്ദ വിക്രമം. അപ്പം ഞങ്ങൾക്ക് ഭഗവാന് ഭക്തന്മാരുടെ സംഘത്തിൽ സ്വയം സിദ്ധിക്കുന്നതും ഭഗവത് പ്രഭാവം വ്യക്തമാക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ ദിവ്യലീലയെ സ്തോത്രദ്വാര സ്പർശിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് മനസ്സിലെ സകല വാസനകളും നശിപ്പിക്കുന്നു. ഗംഗാതീർത്ഥം ശരീരത്തിലെ മാലിന്യം മാത്രമേ മാറ്റൂ, പക്ഷേ പരമഭക്തന്മാരെ ആരാണ് സേവിക്കാതിരിക്കുക എന്നർത്ഥം. അതായത് ഗംഗ തുടങ്ങിയ നദികളെല്ലാം ശരീരത്തെ ശുദ്ധമാക്കുന്നു, പക്ഷേ ഭഗവാന്റെ കഥാതീർത്ഥം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. യസ്യാസ്തി ഭക്തിർഭഗവത്യകിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരൗ അഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന സതി ധാവതോ ബഹി. യസ്യാസ്തി ഭക്തിർഭഗവത്യകിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ. ദേവന്മാർ. അപ്പം ഭഗവാനിൽ വിഷ്ണുഭക്തി ഉണ്ടാകുമ്പോൾ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന സതി ധാവതോ ബഹിഃ. ഇവിടെ
ഭഗവാനിൽ നിഷ്കാമഭക്തി ഉള്ളവരിൽ സർവദേവതകളും സർവഗുണങ്ങളോടും കൂടി സന്നിധാനം ചെയ്യുന്നു എന്നർത്ഥം. അതാണ് കുതോ മഹദ്ഗുണ. കുതോ എന്ന് ചോദിച്ചാൽ ആരാണ്, എവിടെയാണ് എന്നൊക്കെ അർത്ഥം, എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവത് സാന്നിധ്യമുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റ് ദേവന്മാരെ തിരക്കി പുറകോട്ടോടുന്നത് എന്നാണ് ചോദ്യം. ഭഗവാനിൽ നിഷ്കാമ ഭക്തിയുള്ളവരിൽ സർവ്വദേവതകളും സർവ്വഗുണങ്ങളോടും കൂടി സന്നിധാനം ചെയ്യുന്നു. അസത്തായ വിഷയത്തിൽ അത്യാസക്തി ഉള്ളതുകൊണ്ട് പുറമേക്കോടുന്ന ഭക്തിഹീനന് ജ്ഞാനവൈരാഗ്യാദി ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാകാനാണ്, എങ്ങനെ ഉണ്ടാകും? അപ്പം നമ്മളൊന്നും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാതെ വേറെ പലതും തിരക്കി ഓടുവാണ്. അപ്പോൾ എങ്ങനെ ഭഗവാനോട് നമുക്ക് ഭക്തി തോന്നും? അതാണ് ഇവിടെ ചോദിച്ചത്. അടുത്ത ശ്ലോകം. ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാം ആത്മാജഷാണാം ഇവതോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യതി സജ്ജതേ ഗൃഹേ തഥാ മഹത്വം വയസാ ദമ്പതീനാം. ഹരിഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ജഷാണാമിവ തോയം ഈപ്സിതം. വെള്ളത്തിൽ മീൻ എന്ന പോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ ഹരി, സാക്ഷാൽ ഭഗവാൻ ഹരി ഉള്ളപ്പോൾ ഹിത്വാ മഹാംസ്തം യതി സജ്ജതേ ഗൃഹേ തഥാ മഹത്വം വയസാ ദമ്പതീന. അപ്പം മത്സ്യങ്ങൾക്ക് വെള്ളമെന്ന പോലെ ഭഗവാൻ സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവാണ്. മഹാനാണെങ്കിലും ആത്മസ്വരൂപനായ ഭഗവാനെ വിട്ട് ഗ്രഹാദികളിൽ അത്യാസക്തനാകുകയാണെങ്കിൽ അവരുടെ മഹത്വം വയസ്സുകൊണ്ട് മാത്രമുള്ളതാണ്, ജ്ഞാനാദി ഗുണങ്ങൾ കൊണ്ടുള്ളതല്ല എന്ന് ഒരു ഇമ്പോർട്ടൻസ് ഇതാണത്. അതായത് വെള്ളത്തിൽ മീൻ എങ്ങനെയാണോ അതുപോലെ നമ്മളിൽ ഭഗവാൻ ഉള്ളപ്പോൾ നമ്മൾ ഗ്രഹത്തിലെ വേറെ വിഷയങ്ങൾ തേടി പോയാൽ അത് വയസ്സിൻ്റെ തെറ്റാണ്, അല്ലാതെ മനസ്സിൻ്റെ ഇതല്ല. അവരുടെ മഹത്വം വയസ്സുകൊണ്ട് മാത്രമാണ്, ജ്ഞാനം അറിവ് കൊണ്ടോ ഗുണങ്ങൾ കൊണ്ടോ ഉള്ളതല്ല എന്ന് സാരം. തസ്മാത് രജോരാഗവിഷാദമന്യുഹോ മാനസ്പൃഹ ഭയദൈന്യ ആധിമൂലം ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജതാ കുതോഭയമിതി. തസ്മാത് അതുകൊണ്ട് രജോരാഗവിഷാദമന്യുഹു, രജോ ഗുണം, രാഗം, വിഷാദം, മന്യു എന്ന് പറയുന്ന കോപം, മാനസ്പൃഹ നമ്മുടെ അഹങ്കാരം, ഭയം, ദൈന്യത, ആദി മൂലം, ഇതെല്ലാം ആദി മുതലായവയെ ഹിത്വാ ഗ്രഹം സംസൃതി. അതുകൊണ്ട് തൃഷ്ണ, അഭിനിവേശം, വ്യസനം, കോപം, മാനം, ആഗ്രഹം, ഭയം, ദീനത ആദി എന്നിവയ്ക്ക് മഹാഭൂതവും ജനന മരണപ്രവാഹവുമായ ഗ്രഹം വിട്ട് അഭയസ്ഥാനമായ നൃസിംഹപാദം ഭജത. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ, ഈ രാഗദ്വേഷങ്ങളൊന്നുമില്ലാതെ ഇവയുടെ എല്ലാം മുകളിലാണ് ഈ ഗ്രഹവും ഇതും എല്ലാം എന്ന് വിചാരിച്ചിരിക്കാതെ ഗ്രഹം മുതലായവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ നരസിംഹപാദത്തെ ഭജിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. തൃഷ്ണ, അഭിനിവേശം, വ്യസനം, കോപം, മാനം, ആഗ്രഹം, ഭയം, ദീനത ആദി എന്നിവയ്ക്ക് മഹാഭൂതവും ജനന മരണ പ്രവാഹവും എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹത്തിൽ ഒരു
ഇതായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളുമൊക്കെ ഉണ്ടാകുന്നതും അവരോടുള്ള ഒട്ടലുണ്ടാകുന്നതും മരിക്കാനുള്ള പേടിയുണ്ടാകുന്നതും ഒക്കെ. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹിത്വ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നരസിംഹ മൂർത്തിയായിരിക്കുന്ന ആ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രഹം വിട്ട് അഭയസ്ഥാനമായ നരസിംഹപാദം ശരണം പ്രാപിക്കുക. അകുതോ ഭയമിതി. അപ്പം എവിടെ ഭയം ഉണ്ടാകാനാ? ഭയമൊന്നും ഉണ്ടാകുകയില്ല എന്നർത്ഥം. ഇതോടുകൂടി ഹരിവർഷത്തിലെ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്തയ രന്തയ തമോ ഗ്രസ ഓം സ്വാഹ. അഭയമാത്മനി ഭൂയിഷ്ട ഓം ക്ഷൗം ആണ് മന്ത്രം. ഇനി സ്തുതി. സ്വസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിതോദിയാ മനശ്ച ഭദ്രം ഭജതാ തഥോക്ഷജേ ആവേശ്യതാം നോ മതിരപ്യ ഹൈതുകീ മാകാരധാരാത്മജവിത്തബന്ധുഷു. അകാര എന്നൊക്കെ പറഞ്ഞാൽ, ധാര എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള്, ആത്മജൻ എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, വിത്ത് എന്ന് പറഞ്ഞാൽ ധനം, ബന്ധു എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ ഒക്കെയാണ്. സംഘോ യതി സ്യാൽ ഭഗവത് പ്രിയേഷുന യപ്രാണവൃത്യ പരിതുഷ്ടയാത്മവാൻ സിദ്ധ്യത്യദൂരാൻ ന തതേന്ദ്രിയ പ്രിയ യൽസങ്കലബ്ധം നിജവീര്യവൈഭവം തീർത്ഥം മുഹുസ്പർശ പൃച്ഛതാം ഹി മാനസം. തീർത്ഥം മുഹു സംസ്പൃശതാം ഹി മാനസം ഹരത്യജോന്തസ്തുതിഭിർഗതോങ്കജം കോ വൈ ന സേവേത മുകുന്ദവിക്രമം. മുകുന്ദവിക്രമനെ എന്തുകൊണ്ട് സേവിച്ചുകൂടാ? യസ്യാസ്തി ഭക്തിർഭഗവത്യകിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ. ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന സതിധാവതോ ബഹി. മനോരഥേനാസ്തി ധാവതോ ബഹി. ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാമാത്മാ ജഷാണാമിവ തോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനാം. തസ്മാദ്രജോരാഗവിഷാദമന്യുഃ മാനസ്പൃഹാഭയദൈന്യാദിമൂലം ഹിത്വാ ഗൃഹം സംസൃതിചക്രവാളം നൃസിംഹപാദം ഭജതാ കുതോ ഭയമിതി. ഇതാണ് ഹരിവർഷത്തിലെ സ്തുതിയും മന്ത്രവും. അടുത്തത് ഓരോന്നോരോന്നിങ്ങനെ ഞാൻ കുറേശ്ശെ ഇടാം. ഹരിയും. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.